നമസ്കാരം. AKGയോടൊപ്പം സമരത്തിൽ പങ്കെടുത്ത മറ്റൊരു വ്യക്തിയായിരുന്നു മാലിക്കുടി വർഗീസ് ചേട്ടൻ. കുടിയിറക്ക സമരമായി ഒരുപാട് പേരെ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് പേരെ ഞങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് വർഗീസ് ചേട്ടൻ. ഞങ്ങൾക്ക് ആ പങ്കെടുത്തവരുടെ അതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ആ കാര്യങ്ങളൊന്ന് ചെറുതായിട്ട് വിവരിക്കാൻ പറ്റും? AKG കുമ്പളേരി വന്ന് എല്ലാവരും സമരം ആഹ്വാനം ചെയ്യും. അതിൻ്റെ പശ്ചാത്തലത്തിൽ നേരെ താഴ്ത്തോല് വഴി 54 വഴി ഇങ്ങനെ കുളവപ്പാറയ്ക്ക് ഒമ്പിച്ചൊരു ജനാവലി അന്ന് സമരത്തിന് പങ്കെടുക്കാൻ വേണ്ടി പിക്കറ്റ് നടത്താനും ഇതൊക്കെ പോവുകയൊക്കെ ചെയ്തു. പിന്നെ പുള്ളി കുമ്പളേരി വന്ന് ഒരുപാട് ക്ലാസ്സുകൾ തരുകയും ഒരു വീട് ഒഴിപ്പിക്കുന്ന മറ്റൊരു വീട്ടിൽ അറിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് കാരണം നിങ്ങൾ രാത്രി അങ്ങും അടുത്ത വീടുകളിൽ പോയി കവർ ചെയ്ത് നടക്കണം, അമരാവതിയിലെ അയ്യപ്പൻകോവിലമാതിരി ഇവിടെ സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇത് തരുകയൊക്കെ ചെയ്തു ക്ലാസ്. പിന്നെ കുമ്പളേരി സംബന്ധിച്ചിടത്തോളം അന്ന് ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി തന്നെ വെറുതെ രാഷ്ട്രീയമൊന്നും നോക്കാതെ എല്ലാവരും വളരെ കാര്യമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അന്ന് ഈ കുമ്പളേരിലെ എത്ര പേര് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്? വളരെ കുറഞ്ഞ വീട്ടുകാരൊക്കെ അന്ന് ഈ സിറ്റിയിലുള്ളൂ. പിന്നെ കുറച്ച് അങ്ങോട്ടും മാറിയ ആൾക്കാരുണ്ട്. ഒരു ഇവിടെ എന്ന് പറഞ്ഞാൽ പഴയ വീട്ടുകാരിൽ ഇവിടെ മാവട്ടംകാർ, ഞങ്ങൾ ഇടക്കാട്ട വൈദ്യർ, നേരത്തുകാർ, പനിക്കവർക്ക് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉള്ളൂ. നീറാൾ തുഞ്ഞാട്ടൻ, കാഞ്ഞിക്കക്കാർ, പിന്നെ ഈ ഭാഗത്തേക്ക് കുറേ മടത്തി, ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ. അന്ന് കുമ്പളേരിയിൽ AKG വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുമ്പളേരിയിൽ വന്നപ്പോൾ അന്ന് ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി വർഗീസ് ചേട്ടൻ പോയിരുന്നു? പോയിരുന്നു. അന്നത്തെ പ്രസംഗത്തിന്റെ ശൈലി എന്താണ്? ശൈലി എന്ന് പറഞ്ഞാൽ ആവേശം എന്നുള്ളൊരു ശൈലിയായിരുന്നു പുള്ളിയുടെ. അതായത് നിങ്ങൾ ആരെ ഒഴിപ്പിക്കില്ല, നിങ്ങൾ വളരെ ധൈര്യമായിട്ടിരുന്നു. അതായത് ഒരു വീട് മറ്റൊരു വീട് കവർ ചെയ്ത് നിൽക്കണം എപ്പോഴും രാത്രി. അത്ര സജീവമാണ് അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പരിപാടി. ഒരു വീട് ഒഴിപ്പിച്ച മറ്റുള്ളവർ അറിയാത്ത രൂപത്തിൽ അങ്ങനെയൊക്കെ ഉള്ള ഇതായിരുന്നു അന്ന്. അന്ന് അപ്പച്ചൻ്റെ കൂടെ വയനാട് കയറിയിട്ട് ഇവിടെ വന്ന് കൃഷിഭൂമിയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ ആ കൃഷിയൊക്കെ വെട്ടി നശിപ്പിക്കേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ടോ? അല്ല, അന്ന് ഈ കൊണ്ടൽ കൃഷികൾ കാപ്പി കൊടിയൊന്നും ഇടാൻ ഒരു സംഭവിക്കില്ല, പറിച്ച് കളഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ പറിപ്പിക്കും. ഒരു 24 കാപ്പിത്തീ അന്ന് അപ്പൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് പറിക്കാൻ വന്നിട്ട് പറിച്ചില്ല, മേലെ വെക്കരുതെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ചേച്ചിക്ക് ആ സമയത്തെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ട്? ചെറുതായിട്ടുള്ള ഒരു ചെറിയ ഓർമ്മകളൊക്കെ ഉണ്ട്. എന്നാലും അധികമൊന്നും അങ്ങനെ സമരത്തിൽ പങ്കുകൊള്ളാൻ ഒരു പ്രാവശ്യം അങ്ങനെ പോയിട്ടുള്ളൂ. അന്നത്തെ ആ സമരത്തിൽ നമ്മൾ ആവേശത്തോടെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് നമുക്ക് പട്ടയം കിട്ടാൻ വേണ്ടിയിട്ട് ആ മുദ്രാവാക്യങ്ങൾ ഓർമ്മയുണ്ടോ? അതൊന്ന് അതേ രീതിയിൽ തന്നെ ഒന്ന് വിളിക്കാൻ പറ്റുമോ? നമുക്ക് വിളിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബ, കർഷക സംഘം സിന്ദാബ, AKG EMS AKG സുന്ദരയ്യ സിന്ദാബ എന്നൊക്കെ വെച്ചാണെന്ന് വിളിച്ചത്, മുദ്രാവാക്യം വിളിച്ചു പോയി. അതിങ്ങനെ വളരെ ആവേശം, ഒരുപാട് ജനങ്ങൾ കൂടിയിട്ട് ഇങ്ങനെ അത് പ്രത്യേക ഒരു ആവേശമായിരുന്നു അന്ന് കാളവണ്ടിയിലൊക്കെ ഇങ്ങനെ ഇത് പോകുന്ന സമയത്ത് വിളിച്ച് ഇങ്ങനെ പോയിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ആ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് നമുക്ക് അവസാനം പട്ടയം കിട്ടിയല്ലോ. ആ പട്ടയം കിട്ടിയപ്പോൾ നമ്മുടെ ആ സന്തോഷം അതെങ്ങനെയാണ്? എല്ലാവരും ഈ കുമ്പളേരിലൊക്കെ വന്ന് വളരെ എല്ലാ ആൾക്കാരെല്ലാം വട്ടം കൂടി വളരെ ഇതായിട്ട് ഒരു ആഹ്ലാദ പ്രകടനം രൂപത്തിലായിരുന്നു അന്ന്. പട്ടയം കിട്ടി. ഒരു 6 പേർക്ക് പറഞ്ഞല്ലേ ആംബുലൻസിന് പട്ടയം കൊടുത്തു. ആ സമയത്ത് ഒഴിപ്പിക്കൽ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പും ഇട്ടോട് കൂടി. അന്ന് ഇന്ന് നമ്മളൊരു സമരം ചെയ്യുമ്പോൾ അതിന് പല തടസ്സങ്ങളുമായിട്ട് പലരും കടന്നു വരും നമ്മുടെ മുന്നിലേക്ക്. പക്ഷെ പണ്ട് അങ്ങനെ ഒരു ആ സമരത്തിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല. എല്ലാവരും വളരെ ഇതിനോട് സഹകരിച്ച് നിന്നിട്ടുണ്ട്. എന്തായാലും കടപ്പാടം കിട്ടുന്ന പ്രശ്നമല്ലേ, അതുകാരണം വളരെ സഹകരിച്ച് എല്ലാവരും നിന്നിട്ടുണ്ട്. അന്ന് രാഷ്ട്രീയ കാഴ്ചപ്പാട് ആർക്കും ഇല്ല. രാഷ്ട്രീയക്കാരുണ്ട് എങ്കിലും അത് എല്ലാവരും സജീവമായിട്ട്. പിന്നെ വളരെ കുറച്ച് ആൾക്കാരെങ്കിലും ഇതിൽ സഹകരിക്കാത്തുണ്ടോന്ന് എനിക്കറിയാം. ഇടതുപക്ഷക്കാരനാണല്ലോ. അതെ. അപ്പൊ ഇടതുപക്ഷത്തോട് വിരോധമുള്ള ആരെങ്കിലും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു? ഉണ്ടായിരിക്കും, പക്ഷേ രാഷ്ട്രീയത്തിൽ വിരോധമുള്ളവരുണ്ടായിരിക്കും. പക്ഷെ എല്ലാവരും ഇതിന് സഹകരിച്ചിട്ടുണ്ട്. ഈ പട്ടയം കിട്ടാൻ ഇതിൻ്റെ ആവശ്യമല്ലേ, എല്ലാവരും സഹകരിച്ച് വളരെ കാര്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ പട്ടയം കിട്ടാൻ വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS ഒരുപാട് നേതൃത്വം വഹിച്ചിട്ടില്ലേ? ഉണ്ട്. 67 നമുക്ക് രണ്ടാമത്തെ EMS മന്ത്രിസഭ വന്നപ്പോഴാണ് ഇത് ഓർഡർ ഇട്ട് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചത്. ആദ്യത്തേതിൽ പിന്നെ ഭൂപരിഷ്കരണ ബില്ലൊക്കെ പാസ്സാക്കി, വിദ്യാഭ്യാസ ബില്ലൊക്കെ പാസ്സാക്കി നല്ല കാര്യങ്ങൾ അന്ന് ചെയ്തിട്ടുണ്ടെന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളൂ. എന്ത് കാര്യങ്ങളും നല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് അന്നത്തെ
EMS ആദ്യത്തെ 57 EMS മന്ത്രിസഭ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പ്രിയമുള്ളവരെ, കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പരിണാമത്തിന് ചിന്തയും കർമ്മവും ജീവിതം മുഴുവനും പുതിയ സൃഷ്ടിക്ക് വേണ്ടി സമർപ്പിച്ച മഹാന്മാരാണ് EMSഉം AKGയും. ഇവർ കേരളത്തിൻ്റെ പ്രിയപുത്രന്മാരാണ്, ജനകോടികളുടെ ആരാധകരാണ്. കാലത്തിൻ്റെ തങ്കത്താളുകളിൽ കർമ്മസാഫല്യത്തിൻ്റെ ലിപികളാൽ ആ നാമം എഴുതപ്പെട്ടിരിക്കുന്നു. ഈ അറിവ് തന്നെയാണ് ഇവരിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച വർഗീസ് ചേട്ടനോടും കുടുംബത്തോടുമുള്ള ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. സഖാവ് AKGയോടൊപ്പം നിരവധി കുടിയേറ്റ സമരങ്ങളിൽ മുൻപന്തിയിൽ നിന്ന സമരനായകനായ സഖാവ് വർഗീസ് വൈദ്യർ. ഈ AKGയുടെ ഒപ്പം ഏറ്റവും കൂടുതൽ സമരങ്ങളിൽ പങ്കെടുക്കുകയും കൂടുതൽ സമയം പുള്ളിയോടൊപ്പം ചെലവഴിക്കുന്ന ആളാണല്ലോ വൈദ്യര്. അപ്പൊ ആ അനുഭവങ്ങളെ കുറിച്ച് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് പാഠമാകുന്ന വിധത്തിൽ കാര്യങ്ങൾ പറയാം. 50 ഡിസംബറിലാണെന്ന് തോന്നുന്നു AKG സ്വന്തം സുപ്രീം കോടതിയിൽ വാദിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ആ സ്വീകരണത്തിൽ ഞാനും കോഴിക്കോട് പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ കോൺഗ്രസ് വിട്ടിട്ട് 1 കൊല്ലമായിരുന്നു. പട്ടംനാടുള്ള സാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. ആ സമയത്ത് ഞാനും കോൺഗ്രസ് വിട്ടിരുന്നു. അപ്പോൾ AKGയുമായി കോഴിക്കോട് വച്ച് ആ സ്വീകരണം കഴിഞ്ഞ് സംസാരിച്ചു. നീ ഇപ്പം എപ്പോൾ ഇവിടെ വരാൻ കാരണം? അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ വയനാട്ടിലാണ്, ഒരു കൃഷിക്കാരനും കച്ചവടക്കാരനുമാണ്. അങ്ങനെ AKGയും പാർട്ടിയിലുള്ള CH കണാരൻ, AV കുഞ്ഞമ്പു, EK നയനാർ മുതലായവരുമായി പരിചയപ്പെട്ടു. കുറേ കഴിഞ്ഞ് കിസാൻ സഭയുടെ മെമ്പർഷിപ്പുമായി AV കുഞ്ഞമ്പു കൽപ്പറ്റ വന്നു. അതിനുശേഷമാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുന്നതും AKGയുമായി കൂടുതൽ ബന്ധപ്പെടുന്നത്. അബൂക്കുറുക്ക സോഷ്യലിസ്റ്റ് പാർട്ടിയിലാണ്. അങ്ങേരുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ഞാൻ സെക്രട്ടറിയായും ജോയിൻ്റ് സെക്രട്ടറിമാരായി ഇപ്പോൾ പേരോർക്കുന്നത് PC വർക്കി, അബൂക്കർക്ക് പ്രസിഡന്റുമായി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. തുടർന്ന് വയനാട്ടിൽ അന്നത്തെ താലൂക്ക് ആയ വയനാട്, ഇന്ന് ജില്ല, ദീർഘമായ സമരങ്ങൾ നടന്നു. ആ സമരത്തിൽ AKG, CH, ചാത്തുണ്ണി മാസ്റ്റർ മുതലായവർ പങ്കെടുത്തിട്ടുണ്ട്. ശേഷം ചീങ്ങേരിലെ സമരം ശക്തിപ്പെട്ടു. വയനാട്ടിലാകെ സമരം ശക്തിപ്പെട്ടു. ഇപ്പം കുമ്പളേരി എന്ന് പറയുന്ന സ്ഥലത്ത് 1955 AKG ഒരു കൃഷിക്കാരുടെ വൻപിച്ച പൊതുയോഗം ചേർന്നു. ആ പൊതുയോഗം കഴിഞ്ഞ് AKGക്ക് ആഹാരം കഴിക്കാനും തന്നത് കപ്പ ചുട്ടതും വാഴയ്ക്ക ചുട്ടതുമാണ്. അത് കഴിച്ചാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ചീങ്ങേരിയുടെ കുമ്പളേരിയുടെ ഓർമ്മയിൽ AKGയുടെ ഒരു നാമം അവിടെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതാണ് സമരത്തിൻ്റെ കുമ്പളേരിക്കുള്ള ഇന്നത്തെ ആപ്പീസും സാംസ്കാരിക നിലയും ഒക്കെ നിലനിൽക്കുന്നത്. നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയ്ക്ക് വൈദ്യർക്ക് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? നാം ഉദ്ദേശിച്ച
ഇന്ത്യൻ രണ്ടാം ലോകമഹായുദ്ധത്തിന് കഴിഞ്ഞ് ഇന്ത്യ സ്വതന്ത്രമായി. ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും സാമ്രാജ്യത്വ ശക്തികൾ ഇന്ത്യയെ ആകെ കാർന്ന് സാമ്പത്തികമായി അടിമത്തത്തേക്ക് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായും ഇന്ത്യ ഒരു കാർഷിക രാജ്യമെന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള കേരളവും വയനാടും കൃഷിക്കാരെയും മറ്റു തൊഴിലാളി വർഗത്തെയും യുവതി യുവാക്കളെയും സംഘടിപ്പിക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വർഗപരമായി ഉള്ള സംഘടന ശക്തിപ്പെടുത്താൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ മഞ്ഞ് പോലെ ഇടമുറിയാതെ മഴ പെയ്യുന്ന ദിവസങ്ങൾ, കാട്ടുമൃഗങ്ങളുടെ ആക്രമണമുള്ളപ്പോൾ, മലേറിയ പോലുള്ള മാരകരോഗങ്ങൾ വിളയാടുമ്പോൾ പോരാട്ടത്തിൻ്റെ പതാകയേന്തി ചുരം കയറിയെത്തിയ AKGയെ വയനാട്ടുകാർക്ക് മറക്കാൻ കഴിയുമോ? 80-ാം വയസ്സിലും കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത ഓർമ്മയോടെ വർഗീസ് വൈദ്യർ ചോദിക്കുന്നു. AKGയോടൊപ്പം കർഷക സമരത്തിൽ പങ്കെടുത്ത പട്ടകുന്നൽ ഉൽഹന നമ്മോടൊത്ത് അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. പങ്കെടുത്ത സമരം ഒന്ന് വിവരിക്കാമോ? അത് നമ്മളിവിടുന്ന് അമ്പലവയലിലേക്ക് പോയത് കുളവപ്പാറ കൂടി ചെന്നിട്ട് കുളവപ്പാറ കൂടി കാൽനടയായിട്ട് നടന്നു പോവുകയല്ലേ. അമ്പലത്തിൽ നിന്ന് പോയി AKG ഇവിടെ ഉണ്ട് ഇല്ല ഈ ഓറീസ് വെച്ച് അയാളെ ഇറച്ചിയത് കൊണ്ടുവരാനായിട്ട് പരിപാടി ഇട്ടു. അത് ഞങ്ങൾ സമ്മതിച്ചില്ല. ഡ്യൂട്ടി ആളുകളുണ്ടാവും. അതോടുന്ന് വൈദ്യരെ ഒരു കടയെ കയറ്റി ഇരുത്തി. അത് കുളവപ്പാറ ഒരു അറ്റം ആയപ്പോൾ അമ്പലത്തിൽ വരച്ച് ചെന്നേ ഉള്ളൂ. ഒരു മാത്രം ആളുണ്ടാകും. അത് ചെയ്യാൻ കഴിഞ്ഞില്ല അവർ. അങ്ങനെ അത് അന്ന് അത് അവസാനിച്ചു. പിന്നെ പിറ്റേ ദിവസം ഒന്ന് തുടർച്ചയായിക്കൊണ്ടിരുന്നു. സമരങ്ങൾ ഇങ്ങനെ ദിവസത്തോളം ദിവസത്തോളം നിന്നു, ആഴ്ച നിന്നു. അപ്പൊ അത്രയും ദിവസം ഈ ഒരേ സ്ഥിതി തന്നെയാണോ സമരത്തിന്റെ പോയിക്കൊണ്ടിരുന്നത്? അതെ, ഓരോ ദിവസം ഇതിൽ തന്നെ പോവാണ്. കാരണം ഈ കുടിയിറക്കലിനെ പറ്റിയ അത് കുടിയിറക്കൽ വന്നോ പിന്നെ എല്ലാവർക്കും പോയില്ലേ. അത് കാരണം അച്ഛൻ അങ്ങനെ നേരിട്ടിട്ടുണ്ടോ? കുടിയിറങ്ങേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. സമരത്തിന് അത് ഞങ്ങൾ ഇവിടെ അല്ലാതെ പഠിച്ച അപ്പുറത്താ, പാറയ്ക്കപ്പുറത്ത്. അത് പുറക്കാടി അംശമാണ്. ഇത് അമ്പലവയൽ. ഞങ്ങൾ വരുമ്പോൾ ഇവിടെ യാക്കോ താമസിക്കുന്ന സ്ഥലത്ത് കാപ്പി കൊടി തെങ്ങൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുക. അതാണ് പേടിച്ചിട്ട്. അപ്പൊ ഈ ആ സമയത്ത് AKG വന്നപ്പോ നിങ്ങക്ക് ശരിക്കും ഒരു കരുത്ത് കിട്ടിയില്ലേ? അതാണ് അന്നൊരു കടകൾ പോലും ഉണ്ടോ? അതിന് AKG വരുന്ന സമയത്ത് വെറും കാപ്പിത്തൊണ്ട് വേണ്ട വെള്ളവും കൊടുത്ത് കപ്പക്കിഴങ്ങ് ചുട്ടു കൊടുത്ത് അത് തിന്നിട്ടാണ് AKG പോയത്. അല്ലാതെ ഒരു അന്നൊരു ചായക്കടയോ ഒന്നുമില്ല. അത്രമാത്രം കഷ്ടപ്പാട്. കാപ്പിത്തൊണ്ട് വറുത്ത് കുടിച്ച് വെള്ളം കുടിച്ച് മധുരം ഇല്ലാതെ കുടിച്ച്, അന്നത്തെ കാലം അതല്ലേ, ആരുടെയും കയ്യിൽ ഒന്നും ഇല്ലല്ലോ, പൈസയൊന്നും. അപ്പം അങ്ങനെ കപ്പക്കിഴങ്ങ് ഉണ്ട് അന്ന് തിന്നാൻ. കപ്പ ചുട്ട് കൊടുത്ത് അതും തിന്നിട്ടാണ് പോയത്. വന്ന പോലെ EMS വന്നിട്ടുണ്ടോ? അത് AKGയുടെ കൂടെ തന്നെ ആയിരുന്നോ? അല്ല, AKGയും പിന്നെ വേറൊരാൾ കൂടെയാണ് വന്നത്. അതാരാന്ന് എനിക്ക് ഓർമ്മയില്ല. EMSന്റെ കൂടെ വന്നത് അറിയുകയാണ്. AKG ചെറുപ്പകാലത്താണോ ഇങ്ങോട്ട് വന്നിരുന്നത്? അതെ, അത്ര ചെറുപ്പമാണോ? 60-62 ആവുന്നത്. ഈ സമരത്തില് ഒത്തിരി പേര് മരണമടഞ്ഞിട്ടുണ്ടാവല്ലോ? ഇല്ല. അങ്ങനെ അക്രമാസക്തമായിട്ട് ഒരു സമരം അത് ഒന്നും പറ്റില്ല. അതിനിവിടെ ചുരുങ്ങിയ പോലീസുകാരല്ലേ ഉള്ളൂ. ഇവിടെ എന്താ ജനമല്ലേ ഉള്ളത്. അന്നത്തെ പോലീസുകാർ ഇന്നത്തെ പോലീസുകാരെ പോലെ തന്നെ ലാത്തിയൊക്കെ എടുത്ത് എടുക്കും. അത് എടുക്കുന്ന ഒരാളാണ്. ഇവിടെ പോലീസുകാർ കൂടുതൽ വെച്ചാൻ കഴിയില്ല. അവർക്ക് പൈപ്പിന്റെ കയ്യിലിരുന്ന തോട്ടം വെട്ടി, കാപ്പിയും കൊടിയും എല്ലാം വെട്ടി.
അന്നൊക്കെ ഇവിടുന്ന് എല്ലാ ആൾക്കാർ പോയി നമ്മുടെ ആളുകൾ ഇംഗ്ലാവ് വിളിച്ചിട്ടാണ് വെട്ടി നിർത്തിയത്. ഭരണത്തിൽ കയറിയ പിന്നെ അവർ വിട്ടേഎന്താന്ന് വെച്ചാൽ അയൽക്കുഞ്ഞ് വീടേക്ക് പോയി. ഞാനൊക്കെ ഇവിടെ ഉണ്ട്. അവരും ഇവിടെ ആരെയും അറിയിച്ചില്ല. ഇവിടെ കുമ്പളേരി ചെന്നിട്ട് ആരണ്ടോടോ ഒന്ന് പറഞ്ഞു. അപ്പൊ കുര്യാച്ചൻ മത്തോക്കിലെ കുര്യാച്ചൻ ഓടി വന്നു. ചാക്കോച്ചൻ ഓടി വന്നു പറഞ്ഞു, കുഞ്ഞേട്ടാ പൈൽക്കുഞ്ഞിൻ്റെ തോട്ടം വിട്ടുവാണ്, നമുക്കൊന്ന് പോകണ്ടിരുന്നു. ശരി പോടാന്ന്. ഞാൻ താഴെ കിടത്തോണ്ട് നിൽക്കാം. അപ്പോൾ ആടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരാ ഉള്ളത്? ആരുമില്ല. ഇവരെ കസാറി വെട്ടുക. അവിടുന്ന് അവിടെ ആരും ഇല്ലടാ, രണ്ട് ഇംഗ്ലാവ് വിളിക്കാൻ ഇംഗ്ലാവ് വിളിക്കുക. ഇപ്പൊ വെട്ടി നിർത്തി. പണ്ടത്തെ പോലീസുകാർ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? പണ്ടത്തെ പോലീസുകാർ ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ കാടിനോടും കാട്ടുമൃഗങ്ങളോടും പടപൊരുതി സ്വന്തം വിയർപ്പൊഴുക്കിയ ഭൂമി ഇഞ്ചിഞ്ചായി വെട്ടി നോക്കുമ്പോൾ പോലും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന കൈപ്പേറിയതും തിക്തവുമായ അനുഭവങ്ങളാണ് നമ്മളോട് ഇവർ പങ്കുവച്ചത്. ഇതോടൊപ്പം ഞങ്ങൾ വിനീതമായ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. സമരത്തിൽ പങ്കെടുത്ത അറിയാനിക്കൽ ചാക്കോ ചേട്ടനുമായി നമുക്ക് അല്പസമയം ചിലവഴിക്കാം. കർഷക സമരത്തെ AKGയുമായി നടന്ന സമരം ഒന്ന് വിവരിക്കാമോ? AKG സമരത്തിന് പോയി ഇവിടെ കുമ്പളേരിയിൽ വന്നിരുന്ന് ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് കപ്പ ചുട്ട് തിന്ന് ഞങ്ങൾ ഒന്നിച്ച് ഇരുന്നു. ആ സമരത്തിന്റെ പദ്ധതികളൊക്കെ എങ്ങനെയായിരുന്നു തീരുമാനിച്ചത്? സമരത്തിൻ്റെ അമ്പലവയലിൽ പോയി കുറേ ദിവസം ഞങ്ങൾ അന്ന് വില്ലേജ് ഓഫീസാണോ ഏത് ഓഫീസാണെന്ന് ഞാൻ ഓർക്കണില്ല. അവിടെ അമ്പലവയലിൽ പോയി ഇരുന്ന് സമരം ചെയ്തു. AKG ആണ് ഈ പദ്ധതി ഇട്ടതൊക്കെ? AKG ഉണ്ട്, EMS ഉണ്ട്. AKG ആണ് കൂടുതൽ സമരത്തിന് നടന്നത്. EMS ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു? EMS അന്ന് ഇങ്ങോട്ട് കടന്നു വന്നില്ല. പല സ്ഥലങ്ങളിലും ഇങ്ങനെ പോയി ഇരിക്കേണ്ടി വന്നിട്ടുണ്ടോ? അപ്പോൾ ഞങ്ങളിവിടെ ഈ പ്രദേശത്ത് മാത്രമേ ഇരുന്നുള്ളൂ സമരത്തിന്. ഈ കുമ്പളേരിക്കാർക്ക് മാത്രമാണ് ഈ സമരം കുമ്പളേരിക്കാർ മാത്രമാണ് ഈ സമരത്തിൽ പങ്കെടുത്തുള്ളൂ? കുമ്പളേരിക്കാർ മാത്രമല്ല, വയനാട് ജില്ല ഒട്ടുക്ക് പങ്കെടുത്തു. വിജയം നിങ്ങൾ തന്നെ കരസ്ഥമാക്കിയില്ലേ? വിജയം നമ്മൾ കരസ്ഥമാക്കി. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ മക്കളെയൊക്കെ എവിടെ വിട്ടായിരുന്നു പഠിപ്പിച്ചിരുന്നത്? ചെറിയ മക്കളെ ഇവിടെ ആശാൻ എഴുത്തുണ്ടായിരുന്നു, നിലത്തെഴുത്തിനിരുത്തി ഓലയിൽ എഴുതി കൊടുത്ത് അങ്ങനെ പഠിച്ചു. അത് കഴിഞ്ഞ് ഓലയിൽ മലയാളം പഠിച്ചു കഴിഞ്ഞിട്ട് അമ്പലവയൽ സ്കൂളുണ്ടായിരുന്നു, അമ്പലവയൽ സ്കൂളിൽ കൊണ്ട് ചേർത്ത് അവിടെ പഠിച്ചു. നിലത്തെഴുത്തെന്ന് പറഞ്ഞാൽ ഓലയിൽ എഴുതി കൊടുക്കും. ആശാൻ എന്നാ വിളിക്കുക. ആശാൻ ഓലയിൽ എഴുതി കൊടുത്തിട്ട് കൊച്ചു കുട്ടികളെ പഠിപ്പിക്കും. അന്ന് മണലിൽ എഴുതിയിട്ട് മണലിൽ നിലത്ത് നിരത്തിയിട്ടിട്ട് മണലിൽ എഴുതിയിട്ട് മണലിൽ പഠിപ്പിക്കും, മണലിൽ എഴുതി പഠിപ്പിക്കും. ഇവിടുത്തെ ആശാൻ ആരായിരുന്നു? ഇവിടെ ആശാൻ പുഴക്കപ്പാറ ആശാൻ ഒരാളുണ്ടായിരുന്നു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? ആ ഇല്ല, അയാൾ മരിച്ചു. പുഴക്കപ്പാറ ആശാൻ മരിച്ചു. എത്ര വർഷമായി കാണും ഇപ്പോൾ? 40 വർഷത്തിന് മുകളിലായി. അന്നൊക്കെ ഈ വിദ്യാഭ്യാസം ഇങ്ങനെ എഴുത്തൊക്കെ അറിയാവുന്ന ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കുമല്ലോ. ഇവിടെ വയനാട്ടിൽ ചുരുക്കമാണ്. ഇങ്ങനെ ആശാന്മാരൊക്കെ കിട്ടാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പാടുകൾ കേട്ടിട്ടുണ്ടോ? ഇവിടേക്ക് വന്നത് അപ്പച്ചൻ ഇങ്ങോട്ട് 60-ൽ വന്നു. 60 സ്ഥിരമായിട്ട് വന്നു. അതിന് മുന്നം ഇവിടെ കുറേ നാൾ താമസിച്ചു. പിന്നീട് അങ്ങോട്ട് പോയതാണ് വീണ്ടും വന്നു. വളരെ വിഭിന്നമായ ഒട്ടേറെ അനുഭവങ്ങൾ അപ്പച്ചൻ നമ്മോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഈ അവസരത്തിൽ അപ്പച്ചനോട് ഞങ്ങൾ ഹാർദവമായ ഒരു നന്ദി രേഖപ്പെടുത്തും. AKGയോടൊപ്പം തന്നെ സമരമുഖത്തിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ച അറക്കൽ കുഞ്ഞേട്ടൻ്റെ അനുഭവങ്ങളെ നമുക്ക് വീക്ഷിക്കാം. കുഞ്ഞമ്മച്ചേട്ടൻ ഇങ്ങനെ കർഷക സമരത്തിലൊക്കെ ഒത്തിരി പങ്കെടുത്തിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ അതിലെ അനുഭവങ്ങളൊക്കെ ഒന്ന് വിവരിക്കാമോ? ആദ്യം ഇവിടെ കുടിയിറക്കേണ്ട കാലം വേറെ കാപ്പി കർഷകരാണ്. കാപ്പി വെച്ച് കഴിഞ്ഞാൽ കാപ്പികൾ ചുവടെ വന്ന് റവന്യൂ ബോർഡ് ഉദ്യോഗസ്ഥന്മാർ വന്ന് പറിച്ചുകൊണ്ട് പോകും. പറിച്ചെടുത്ത് മാറ്റി കുടിയിറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ആദ്യ നടപടിയായിരുന്നു. അതുപോലെ അത് കഴിഞ്ഞിട്ട്
പിന്നെ സമരം നമ്മൾ തുടങ്ങുന്ന ആ സമയത്ത് കർഷകരെ കുടിയിറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് AKG മുതൽ ഉള്ള ആൾക്കാർ ഇവിടുന്ന് പാർട്ടി നേതാക്കന്മാർ ഇവിടുന്ന് ഇത് ചെയ്തതിൻ്റെ പേരിലാണ് AKG വന്ന് ഇവിടെ സമര കുമ്പളേരി ഇവിടെ വന്നിട്ട് സമര പന്തൽ കെട്ടി അതിൽ നിന്ന് അയാൾ സത്യാഗ്രഹം തുടങ്ങിയില്ല. അങ്ങനെ ആ ഒരു സമയം മാറി. ആ സമയത്താണോ കുഞ്ഞപ്പച്ചേട്ടൻ ഇതിൻ്റെ രംഗത്തേക്ക് കടന്നു വരുന്നത്? അത് അതിനു മുമ്പ് തന്നെ ഈ പ്രവർത്തനത്തിലുണ്ട്. കർഷക സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ കർഷക സംഘത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ട്. യഥാർത്ഥത്തിൽ അപ്പോൾ AKG അന്ന് വന്ന് കുമ്പളേരി വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്നാണോ ശരിക്കും ഈ കർഷകരുടെ ആ ഐക്യം ശരിക്ക് രൂപപ്പെട്ടത്? കർഷകരുടെ ഐക്യം AKG വരുന്ന ആ സമയത്ത് എല്ലാ ആൾക്കാരും ഒന്നിച്ച് വളരെ ദാർഢ്യമായിട്ട് തന്നെ അന്ന് എല്ലാവരും ഒന്നിച്ചു നിന്ന് കൃഷിഭൂമി കൃഷിക്കാരെന്നുള്ള മുദ്രാവാക്യമായിട്ട് മുമ്പോട്ടിറങ്ങി. അങ്ങനെ മുൻപോട്ടിറങ്ങിയാണ് 1966 തോന്നുന്നു അന്നത്തെ പട്ടംതാണ മുല്ലയാണ് മന്ത്രിസഭ. പട്ടം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് കുമ്പളേരിയിൽ കാറച്ചാൽ അങ്ങനെ എല്ലാ ഭാഗവും ചീങ്ങേരി ഭാഗത്തെ എല്ലാ ആൾക്കാരും, പിന്നീട് പുറക്കാടിൽ നിന്നുള്ള ആൾക്കാരും എല്ലാം കൂടെ കൂടി നമ്മൾ അമ്പലയിൽ ഇങ്ങനെ ഈ താഴത്തുവേൽ കൂടി കാൽനടയായിട്ട് കുഴഞ്ഞ ചെളിക്കടെ നടന്ന് ഇങ്ങനെ ഭയങ്കര ജാഥയായിട്ട് പോയി. അന്ന് ആ ജാഥയിൽ തന്നെ ഒരു 1500 ആൾ കുറയാതെ അമ്പലയിൽ ചെല്ലുമ്പോൾ പട്ടംതാണുള്ളിലേക്കാണ് നമ്മൾ മെമ്മോറണ്ടം കൊടുക്കുന്നത്. അന്ന് ഈ നെല്ലിക്കൽ കുര്യാച്ചേട്ടനുണ്ടായിരുന്നു. പട്ടംതാണുള്ളിലെ ഈ മോഹൻ കുത്താൻ മരച്ചിരുന്നു. കുര്യാച്ചേട്ടൻ മരിച്ചുപോയി. അയാൾ ഈ ജാഥയുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞ് അന്ന് അത്ര വിഷമത്തിൽ അന്ന് അമ്പലയിലെ ഏരിയയിലെ ആൾക്കാരും കുളകപ്പാറ ഏരിയയിൽ നിന്നും എല്ലാ ആൾക്കാരും കൂടി അന്ന് ആ സമയത്തുണ്ട് ഈ 1500 ആൾ ജാഥയിലുണ്ട്. ഇപ്പൊ ഇങ്ങനെ സമരത്തിന്റെ മുഖത്തിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മരിച്ചു പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ. അപ്പൊ നമുക്ക് അകാരമായ വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടോ? കുഞ്ഞപ്പച്ചേട്ടന് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, നമ്മളുടെ സമരത്തിലുള്ള ആൾക്കാർ ആരെങ്കിലും മരിച്ചു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമരത്തിലാണെങ്കിലും ആൾക്കാർക്ക് വിഷമങ്ങളുണ്ടാവും. അല്ല, ഇങ്ങനെ ചിലപ്പോൾ ഒത്തിരി വലിയ സമരങ്ങളൊക്കെ ആണെങ്കിൽ ആരൊക്കെ മരിക്കുന്നു എന്നൊക്കെ കണക്കാക്കാതിരിക്കുമല്ലോ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല, ഉണ്ടോ? ഇല്ല, അങ്ങനെ ആ സമയത്ത് അങ്ങനെയുള്ള യാതൊരു അവസ്ഥകളും തോന്നില്ല. അങ്ങനെ ഒരാൾ മരിക്കുക അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്നുള്ള ധാരണയിലല്ല പോക്ക്. നമ്മളുടെ ജീവൽ പ്രശ്നം, നമ്മളുടെ കുടിയെടുപ്പ് അവകാശം നമ്മൾക്ക് കിട്ടണം, അത് നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയുള്ള പോക്കാണ്. അതിൽ മരിച്ചാൽ നമ്മൾക്ക് യാതൊരു വിഷമവും ഇല്ല. ജീവൻ മരണ പോരാട്ടം തന്നെ പോരാട്ടം അതാണ്. എന്നാലും മരണത്തിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ ഈ സമരത്തിലേക്ക് നീങ്ങുമ്പോൾ കൂട്ടുകാരെ അങ്ങനെ മറ്റ് ബന്ധുക്കൾ എന്നുള്ള ആ ചിന്തകളില്ല. അന്ന് നമ്മളുടെ ഭൂമി നമ്മൾക്ക് കിട്ടണം, നമ്മൾക്കത് കൃഷിക്കാരന് എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള ഒരു മാർഗമാണുള്ളത്. കൃഷി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ബന്ധു അല്ലെങ്കിൽ ശത്രു ഏതാണെന്നും മിത്രം ഏതാണെന്നുള്ള അങ്ങനെ ആ നോട്ടങ്ങളില്ല. നമ്മൾ ഗവൺമെൻറ്റിനോട് പോരാടി നമ്മൾക്ക് ആ ഭൂമി കയ്യേറി നമ്മൾ കയ്യേറ്റാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് ആ ഭൂമി കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഉള്ളത്. നമ്മളെ അതിൽ നിന്ന് കുടി ഒഴിപ്പിക്കാൻ നമ്മൾ അനുവദിക്കില്ല ഗവൺമെൻറ്റിന്. അങ്ങനെയാണ്. ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ട് അവസാനം ഈ വിജയം നമ്മൾ നേടിയെടുത്തല്ലോ. നേടിയെടുത്തു. അപ്പോൾ ഉണ്ടായ മാനസികമായിട്ട് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മൾക്ക് ഇങ്ങനെ ഒരു ഭൂമി കയ്യേറ്റമല്ല, ഈ കുടിയൊഴിപ്പിക്കലിൽ നിന്ന് നമ്മുടെ നേതാക്കന്മാർ സമരം ചെയ്ത് പട്ടിണി കിടന്ന് AKG ആണെങ്കിൽ ഇവിടെ വന്ന് കപ്പ ചുട്ടു ഒരു ദിവസം. അതിനുശേഷമാണ് പിന്നീട് 6 മാസമോ 9 മാസമോ മറ്റേ കഴിഞ്ഞപ്പോഴാണ് ശങ്കറിന് കോൺഗ്രസിൻ്റെ ഭരണകാലമായി കെ ശങ്കർ മുഖ്യമന്ത്രിയായിട്ട്. യഥാർത്ഥത്തിലേ ഈ നമ്മുടെ AKG നായകസ്ഥാനം ഏറ്റെടുത്തല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞെന്ന് തോന്നിയിരുന്നോ? തീർച്ചയായിട്ടും. അല്ലാത്ത പക്ഷം നമ്മൾ പരാജയപ്പെടുമായിരുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? AKG നമ്മൾക്ക് തന്ന ഒരു നേതൃത്വമാണ്. ആ നേതൃത്വത്തിലാണ് നമ്മൾ ഈ വിജയം കൈവരിച്ചത്. ഈ അവസരങ്ങളിലൊക്കെ സന്ദർഭങ്ങളിലൊക്കെ EMSന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ? EMSന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടില്ല. അമ്പലയിൽ ഫസ്റ്റിലെ പട്ടയം കൊടുക്കുന്നത്, ചിങ്ങേരിക്ക് പട്ടയം കൊടുക്കുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. ആദ്യമായിട്ടുള്ള പട്ടയം കൊടുത്തത് ആദ്യമായിട്ട് കൊടുക്കും. EMSനോടും AKGയോടും ഒപ്പം തന്നെ തൻ്റെതായ സാന്നിധ്യം അറിയിച്ച
ഒരാളാണ് കുഞ്ഞപ്പൻ ചേട്ടനെന്ന് നാം ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു. കുഞ്ഞപ്പൻ ചേട്ടന് ഈ അനുഭവം പങ്കുവച്ചതിന് എല്ലാവിധ നന്മകളും നേർന്നോളുന്നു.